When you are going to discuss in the state conference in the coming days the work we have done in Kerala, the political and organizational work, and set out our future direction, you have to keep in mind what is happening both at the international and national level today. I would like to briefly set out to you the main features of the international situation which have an important bearing on our own country. We have seen in the last 6 weeks very tumultuous events, major events since Donald Trump took over the presidency of the United States of America on the 20th of January. The draft political resolution anticipates some of these tumultuous developments. What is happening with the new approach and policies being adopted by Donald Trump is something which will take some more time to properly evaluate. But some things have become clear in the short period of 6 weeks. Donald Trump is seeking to reorient and restructure the American economy, society, and American intervention internationally to ensure that America remains the dominant imperialist power in the country, in the world. For this, he has put forth slogans like "Make America Great Again," "America First." That is what he will pursue as far as his domestic policies and international policies are concerned. Why this is happening is something which we must understand. That the fact that he says "Make America Great Again" is a recognition that America is not anymore the superpower in a unipolar world. America's power in the world is declining, and it is also meeting the challenge of a rising People's Republic of China, which is now able to match America economically, technologically, and militarily. It is a growing power which is now threatening American supremacy. And Donald Trump's what appears to be outlandish efforts is to reassert America's leadership of the imperialist world and to crudely, at times, establish American hegemony. ഇനിയുള്ള ദിവസം സംസ്ഥാന സമ്മേളനം നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളെയാണ് വിലയിരുത്തി ചർച്ചകൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ആ ചർച്ചകൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ സർവ്വദേശീയ ദേശീയ സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ കൂടി ബാധിക്കുന്ന പ്രധാനപ്പെട്ട സാർവദേശീയ പ്രശ്നങ്ങളാണ് പ്രതിപാദിക്കുന്നത്. പ്രത്യേകിച്ചും ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയെടുത്തതിന് ശേഷം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അത് നമ്മുടെ രാഷ്ട്രീയ പ്രമേയം ചിലതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നയങ്ങളിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പുനഃസംഘടനയാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്പദ്ഘടനയിൽ, സമൂഹത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാം തന്നെ 6 ആഴ്ചയുടെ ഹ്രസ്വകാലയളവിനുള്ളിൽ പുനഃസംഘടനയിലൂടെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുവഴി അന്താരാഷ്ട്ര അമേരിക്കൻ ഇടപെടലുകളെ കുറെ കൂടി അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിത്തീർക്കാനായി ട്രംപ് ശ്രമിക്കുന്നു. സാമ്രാജ്യത്വ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അമേരിക്ക ആദ്യം, അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക, ഇത്തരം മുദ്രാവാക്യങ്ങൾ ട്രംപ് ഉയർത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വിദേശ നയം ആവിഷ്കരിക്കുന്നു.
എന്തുകൊണ്ടാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കാൻ ട്രംപ് നിർബന്ധിതമാകുന്നത്, അല്ലെങ്കിൽ അമേരിക്ക നിർബന്ധിതമാകുന്നത്? അമേരിക്ക വീണ്ടും മഹത്തരമാക്കണം എന്ന് ട്രംപ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് അമേരിക്കയ്ക്ക് പഴയ ആധിപത്യമില്ല എന്ന് തുറന്നു സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. ഏകലോകത്തിന്റെ ആധിപത്യമുള്ള രാജ്യം എന്ന നിലയിലും ഇന്ന് അമേരിക്ക ദുർബലപ്പെട്ടിരിക്കുന്നു. പുതിയ വെല്ലുവിളികളെ അമേരിക്ക അഭിമുഖീകരിക്കുന്നു. പ്രത്യേകിച്ചും ചൈനയുടെ മുന്നേറ്റം സാമ്പത്തികവും സാങ്കേതികവും സൈനികവുമായ മേഖലകൾക്കകത്ത് അമേരിക്കൻ ആധിപത്യത്തെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപിന്റെ ശ്രമം വീണ്ടും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. സാമ്രാജ്യത്വ ആധിപത്യം അമേരിക്കയിലൂടെ ഉറപ്പിക്കുക എന്ന ദൌത്യമാണ് ട്രംപ് ഏറ്റെടുത്തിട്ടുള്ളത്. Trump reminds us of the 19th century imperialists who wanted to annex more and more territory, capture more and more colonies to strengthen their system. In a short span of time, Trump has laid claim to Greenland, which is part of Denmark. He has openly said he would like to have Canada as the 51st state of the United States. He has laid claim to the Panama Canal, saying it was originally owned by the United States of America. And even he has gone to the extent of saying hand over the Gaza Strip to us so that we can develop it as a resort on the Mediterranean. So this is the crude attempt of Trump to expand the territorial sovereignty of the United States of America, transgressing and violating the sovereignty of other countries. So that is something which has not been seen for more than a century, and this is what is making entire world taken aback and looking at it with shock and awe. യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് 19ാം നൂറ്റാണ്ടിലെ പ്രാകൃത സാമ്രാജ്യത്വത്തിന്റെ രീതികളാണ്. അത് കൂടുതൽ അതിരുകൾ വിപുലപ്പെടുത്താൻ, രാഷ്ട്രത്തിന്റെ അതിരുകൾ വിപുലപ്പെടുത്താൻ, കോളനികൾ സ്ഥാപിക്കാൻ ആ ഒരു ശ്രമമാണ് ട്രംപ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗം തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. കാനഡയെ അമേരിക്കയുടെ 55ാമത്തെ സംസ്ഥാനമാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനം. അമേരിക്കയുടെ സ്വന്തമാണ് പനാമ കനാൽ, അത് ഞങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അതോടൊപ്പം തന്നെ ഗാസ മുനമ്പ് ഞങ്ങൾക്ക് വിട്ടുവന്നത് റിസോർട്ടാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ പ്രാകൃത കാലഘട്ടത്തിന്റെ ആധിപത്യ ശ്രമങ്ങളുടെ തനിയാവർത്തനമാണ്. മേഖല ആധിപത്യത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു. ഇത് മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരം കവർന്നെടുക്കുകയും എല്ലാ മേഖലകൾക്കകത്തും അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. This Trump presidency is going to aggravate all the major social contradictions in the world today. One is the inter-imperialist contradictions. Earlier, under President Biden, using the Ukraine war against Russia, the entire European capitalist powers were united under the leadership of the United States. The G7, all the 7 powerful capitalist countries, were completely united, both against Russia and China. But now Trump is clearly telling Europe that you are subordinate to us. You have to either listen to us or go your own way. And this is going to lead to inter-imperialist contradictions getting accentuated. ട്രംപിന്റെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോകത്തിന്റെ സാമൂഹ്യ വൈരുദ്ധ്യങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുന്നു. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ അത് ശക്തമായിരുന്നില്ല, നിശബ്ദമായിരുന്നു കഴിഞ്ഞ കാലയളവിൽ നമുക്കറിയാം. പ്രത്യേകിച്ചും ബൈഡന്റെ കാലഘട്ടത്തിൽ യുക്രൈൻ റഷ്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ആകെ ഐക്യത്തോടെ അമേരിക്കയ്ക്കൊപ്പം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ G7 രാജ്യങ്ങൾ റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരെയുള്ള ഏകോപിതമായ മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരമൊരു സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ബൈഡന്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നുവെങ്കിൽ ട്രംപ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യൂറോപ്പ് ഞങ്ങൾക്ക് വിധേയമായി നിൽക്കണം, ഞങ്ങളുടെ തുല്യതകളിൽ നിന്ന് മാറി വിധേയമാക്കി നിൽക്കണം എന്ന കാഴ്ചപ്പാടോട് എത്തുന്നു. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ശക്തിപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. If this is the harsh attitude of Trump to their closest allies in Europe, you can imagine how he is going to deal with the countries, developing countries, the countries of the global south,
he's going to treat them with complete contempt, as he has started doing with South Africa. He has gone to the extent of saying that the white minority in South Africa, they are being oppressed by the government of South Africa, and he's welcomed all these white people to come to America. So the contradiction between imperialism and the third world, the developing countries, is also going to increase in the coming days. യൂറോപ്പിനോട് ഈ രൂപത്തിലുള്ള കാടൻ സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നതെങ്കിൽ മറ്റ് വികസിതമായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളോട്, പ്രത്യേകിച്ചും ലോകത്തിന്റെ തെക്കൻ രാജ്യങ്ങളോട് എങ്ങനെയായിരിക്കും അമേരിക്ക സ്വീകരിക്കുക എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല. ഇപ്പൊ നോക്കൂ, സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിനെതിരെ ട്രംപിന്റെ പ്രഖ്യാപനം. അവിടുത്തെ ഗവൺമെന്റ് വെള്ളക്കാരായ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെല്ലാം അമേരിക്കയിലേക്ക് ട്രംപ് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സാമ്രാജ്യത്വവും വികസിതമായ രാജ്യങ്ങളും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളും, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ സാമ്രാജ്യത്വവും മൂന്നാം ലോക രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Trump, in this short period of 6 weeks in America, has launched a big attack on the workers and employees, particularly of the federal government. He is sacking thousands of employees and workers. He doesn't want to have big government departments under the center. He wants to downsize all of them. And in the coming days, we can expect a big attack on the working class and trade unions in America. And with the rise of the far right in Europe, you will see similar attacks on the working class. So in the coming days, we can also expect an intensification of the contradiction between labor and capital. ട്രംപിന്റെ ഹ്രസ്വമായ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും എതിരെയുള്ള വലിയ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഫെഡറൽ സർക്കാരിന് കീഴിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നു. വലിയ വകുപ്പുകൾ വേണ്ട എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയുള്ള നാളുകളിൽ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും നേരെ വലിയ ആക്രമണം ഉണ്ടാകാനാണ് ഇടയാ. അതേപോലെ തന്നെ തീവ്ര വലതുപക്ഷം അധികാരത്തിലിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നാളുകളിൽ മൂലധനവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യവും കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നു.